എന്താ ഈ കാണുന്ന ഒരു ഓട്ടോ ആണ് എസ് കെ. എന്താ ഈ ഓട്ടോ അശോക് എന്നൊരു പാവം ചേട്ടൻ്റെ ഓട്ടോ ആണ്, നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ലോണൊക്കെ എടുത്ത് ഒരു ജീവിതോപാധിക്ക് വേണ്ടി വാങ്ങിയ ഓട്ടോ ആണ് എസ് കെ. ആ ഓട്ടോയുടെ കിടപ്പ് കണ്ട അദ്ദേഹം സജലങ്ങളായ മിഴികളോടെ നിൽക്കുന്നുണ്ട് രാവിലെ. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്ന്. ഹാഷ്മിയുടെ റിപ്പോർട്ടിൽ നിങ്ങൾ ചെളിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു ഓട്ടോറിക്ഷ കണ്ടില്ല? നമ്മുടെ അശോകൻ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയാണ്. അശോകൻ ചേട്ടൻ ഇപ്പോൾ ഷഹദ് റഹ്മാനൊപ്പം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഷഹദ് റഹ്മാൻ, യഥാർത്ഥത്തിൽ ഈ ഓട്ടോയുടെ പുരാണം എന്താണ്? എസ്കൻ, ഹാഷ്മി സൂചിപ്പിച്ച ആ ഓട്ടോ എൻ്റെ വലത്തേ സൈഡിലുണ്ട്. ആ ഓട്ടോയുടെ ഉടമസ്ഥൻ എൻ്റെ ഇടത്തേ സൈഡിലുണ്ട്. അശോകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ സംഭവം നടക്കുന്ന ദിവസം അന്ന് നല്ല മഴയായിരുന്നു, കനത്ത മഴയായിരുന്നു. അതുകൊണ്ടാണ് ഈ അശോകൻ ചേട്ടൻ ഈ പാലം കടന്ന് പുഴക്കപ്പുറത്തേക്ക് അന്ന് ഓട്ടോ കൊണ്ടുപോകാതിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോൾ ഈ ചളിയിൽ പൂണ്ട് കിടക്കുകയാണ് ഈ ഓട്ടോ. അശോകൻ ചേട്ടൻ ശരിക്കും അന്നുണ്ടായത്? സാധാരണ കൊണ്ടുപോകുന്നതല്ല അപ്പുറത്തേക്ക്? സാധാരണ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തലായിരുന്നു വണ്ടി. വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തും. പക്ഷെ അന്ന് പെരും മഴയായതുകൊണ്ട് ആ ചളിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ, വഴുക്കലൊക്കെ ആയതുകൊണ്ട് വണ്ടി ഇവിടെ തന്നെ നിർത്തിയിട്ടിട്ട് പോയതാണ്. രാത്രി 11 മണിയായി ഞാൻ ഈ ടൗണിൽ നിന്ന് പോകുമ്പോൾ. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ 6 മണിക്ക് ടൗണിൽ വന്നു കഴിഞ്ഞാൽ രാത്രി 10 മണിക്കൊക്കെയാണ് വീട്ടിൽ പോകുക. അന്ന് മഴയായതുകൊണ്ട് ഒരുപാട് ആളുകൾ അവരെ വീടുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്, കുടുംബക്കാരോടെയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ടാക്കിയിട്ട് രാത്രി 11 മണിക്കാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത്. അന്ന് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വെച്ചിട്ട് പോയതാണ്. വീടിൻ്റെ അതുവരെ സ്ഥലം വരെ പോയി, പക്ഷേ അങ്ങോട്ട് കടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോയതാണ് ഈ വണ്ടി. ഇത് ഇപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ കിട്ടിയോ? ഇതിന്നൊക്കെ ശേഖരിച്ചു. അതിൽ നമ്മളെ ഫയലുണ്ടായിരുന്നു. ഫയൽ മാത്രം ഞാൻ എടുത്തു. അത് ഇവിടെ വന്നിട്ട് ഞാനത് പതുക്കെ തോണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട്. ലോൺ എടുത്തു മുദ്ര ലോൺ എടുത്തിട്ട് വാങ്ങിയ വണ്ടിയാണ് ഇത്. ഇപ്പോൾ എടുത്തിട്ട് 3 മാസമായിട്ടുള്ള ഈ വണ്ടി എടുത്തിട്ട് ഞാനിപ്പോൾ 3 അടവടച്ചു. ബാക്കിയൊന്നും ഇനിയിപ്പോൾ അടയ്ക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഓടിയിട്ട് വേണം നമുക്ക് അടയ്ക്കാൻ. ഇപ്പോൾ ഓടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ആകെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ്. ഇപ്പോൾ മുന്നോട്ട് എന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പ്രദേശത്ത് വന്ന സമയത്തെ നമ്മൾ ഈ ഓട്ടോ ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓട്ടോൻ്റെ ഡ്രൈവർ എവിടെ എന്നൊക്കെയുള്ള കാര്യം. അപ്പം ചേട്ടനെ പറയുകയും ചെയ്തു, ഇതിൽ ഓട്ടോയിൽ കൊണ്ടുവിട്ട ആരും തന്നെ ഇന്നിപ്പോൾ ബാക്കിയില്ല എന്നുള്ളത്. അതാണിപ്പോൾ മാനസികാവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്തോ ഈ ഓട്ടോറിക്ഷയിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഓട്ടോയിൽ സഞ്ചരിച്ച ആളുകളാണ്. ആ ആളുകളൊന്നും ഇന്നിപ്പോൾ നമ്മളെ കാണാൻ പറയാത്ത പോയിരിക്കുകയാണ്. അത് വളരെ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അവരൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെന്താ പറയുക, ഈ നാട്ടിൽ ഇപ്പോൾ ഈ നാട്ടിൽ കഴിഞ്ഞ ആളുകൾ നല്ല സൗഹൃദപരമായിട്ട് കഴിയുന്ന ആളുകളാണ്. ആ ആളുകളാണ് ഇന്നിപ്പോൾ ചന്ന ഭിന്നമായിട്ട് പല സ്ഥലങ്ങളിലും പല ആളുകളും ഭൂമിൻ്റെ അടിയിൽ പോയത്. ആ ഒരു വല്ലാത്തൊരു ദുഃഖത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ. ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പോൾ ഇപ്പം ക്യാമ്പിലാണോ? ഞാൻ ക്യാമ്പിലല്ല, ഞാൻ ചുരൽമല തന്നെ ഉണ്ട്. ഞാൻ ചുരൽമല ഇപ്പോൾ 5-6 ദിവസമായിട്ട് ചുരൽമല തന്നെ ഉണ്ട്. ഞാൻ ഇവിടം വിട്ട് പോയിട്ടില്ല. 2 ദിവസം മാത്രം അമ്മേൻ്റെ വീട്ടിൽ പോയി നിന്നു, പിന്നെ അങ്ങോട്ട് തിരിച്ചു പോന്നു. എസ് കെ, അങ്ങനെയാണ്. കാരണം ഇപ്പോൾ അശോകൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓട്ടോ അത് വലിയ നഷ്ടം തന്നെയാണ്. അത് ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ ഓട്ടോ ഇവിടെ നിൽക്കുന്നുണ്ട്. അശോകൻ ചേട്ടൻ കഴിഞ്ഞ അതിൻ്റെ ഉള്ളിൽ നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തോ? ഫുള്ള് ചളിയാണെന്ന് തോന്നുന്നു അല്ലേ? ഫുള്ള് ചളിയാണ് അതിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം. നോക്കിയിട്ടുണ്ടായിരുന്നോ ഇത്? ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചളി നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് അദ്ദേഹം ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. കാരണം അദ്ദേഹം ഇത് ലോൺ എടുത്തതാണ്. ഇപ്പോൾ 3 മാസത്തെ അടവ് പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇനി ബാക്കി അടയ്ക്കണം. മാസം 7,000 രൂപ വെച്ചിട്ടല്ല ചേട്ടാ? 7,000 രൂപ അടയ്ക്കണം മാസം. മൊത്തമായിട്ട് എത്ര രൂപ? മൊത്തം 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷമാണ് ലോണ് തന്നത്. പിന്നെ അതിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 4 ലക്ഷം റുപ്യ 5 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വരും. അപ്പോൾ മാസം 5 വർഷം അടയ്ക്കണം. അവിടെ അറിയിച്ചോ? അതിന്റെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. കമ്പനിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇൻഷുറുകാരെ എടുത്തിട്ട് ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ ഒന്നും കൂടി വിളിച്ചു നോക്കണം, അവരെ വിളിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ അശോകൻ ചേട്ടനോട് ഒരു സന്തോഷ കാര്യം പറഞ്ഞേക്കൂ. അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ വാങ്ങാൻ വേണ്ടി 2 ലക്ഷം രൂപ നമ്മുടെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഫോണിൽ പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ വിശദവിവരങ്ങൾ ഉടനെ തന്നെ കിട്ടും. അപ്പോൾ 2 ലക്ഷം രൂപ അശോകൻ ചേട്ടന് മധു കൊട്ടാരക്കര കൊടുക്കും. അതല്ല, അതിൻ്റെ കൂടെ ഒരു അല്പസ്വല്പം പൈസയും കൂടെ ആവശ്യം വന്നാലും മധു കൊട്ടാരക്കരെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും. അങ്ങനെ വേണമല്ലോ നമ്മൾ അമേരിക്കരെ ഡീൽ ചെയ്യാൻ. ഓക്കെ, അവർക്ക് സ്നേഹം കൊണ്ട് നമ്മൾ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണ്ടേ? ഓക്കെ, എന്തായാലും ഷഹദെ അദ്ദേഹത്തോട് അശോകൻ ചേട്ടനോടൊന്ന് പറഞ്ഞേക്കൂ. ഒരു കാര്യം അതെ എസ് കെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ തന്നെ അദ്ദേഹത്തിന് ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാം. സാർ തന്നെ പറയുന്നതായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ലത്. ഓക്കെ എസ് കെ ആണ്. അശോകൻ ചേട്ടൻ്റെ വേദന നമുക്ക് മനസ്സിലായി. അശോകൻ ചേട്ടാ, ഇത് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ അമേരിക്കയിലെ പ്രതിനിധി മധു കൊട്ടാരക്കര താങ്കൾക്ക് 2 ലക്ഷം രൂപ ഉടനെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, താങ്കൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അതും മധു കൊട്ടാരക്കര പരിഹരിക്കും. സന്തോഷമായോ താങ്കൾക്ക്?
ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ, സന്തോഷമായി സന്തോഷമായി. അത് അപ്പോൾ മാത്രമല്ല താങ്കൾ വിഷമിക്കേണ്ട, താങ്കളോടൊപ്പം 24 ഉണ്ടാകും. നമ്മളെ ഉറ്റവരും ഉടയവരൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് ഇപ്പോൾ. അതാണ് എനിക്കറിയാം താങ്കളുടെ വേദന നമുക്കറിയാം. എന്തായാലും താങ്കളോടൊപ്പം നമ്മൾ ഉണ്ടാകും. ഒരു കാര്യം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഈ നാട്ടിലുള്ള ആളുകളെയൊക്കെ ഇനി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുമ്പോൾ എല്ലാവരെയും ഒരേ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ മറ്റുള്ള എല്ലാവരെയും തന്നെ ഭിന്നമാക്കിയിട്ട് പല സ്ഥലങ്ങളിലും കൊണ്ട് ആക്കി കഴിഞ്ഞാൽ ഞങ്ങളെ ഇവിടെയുള്ള ആ ഒരു സൗഹൃദം, ആ ഒരു കുടുംബ ബന്ധങ്ങൾ ഒന്നും ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് അശോകൻ ചേട്ടാ, തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഒരു വലിയ ടൗൺഷിപ്പാണ് ആലോചിക്കുന്നത്. മാത്രമല്ല സർക്കാരിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായിട്ടും വലിയൊരു ടൗൺഷിപ്പ് വരുമ്പോൾ ഈ ഉറ്റവരും ഉടയവരും ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മുടെ പരിചയക്കാരും ഒക്കെ വളരെ വിദൂരങ്ങളിലേക്ക് മാറിപ്പോകാതിരിക്കാൻ പരമാവധി നമുക്ക് ശ്രദ്ധിക്കാം. അശോകൻ ചേട്ടൻ വിഷമിക്കേണ്ട. എന്തായാലും ഇത്രയധികം ആൾക്കാരെ നഷ്ടമായ മനുഷ്യർക്ക് കൂടുതൽ വേദന ഉണ്ടാക്കാൻ ഒരു സർക്കാരും ശ്രമിക്കില്ല. താങ്കൾക്കത് വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു ഷഹദർ റഹ്മാൻ.